വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഇത് ഒമാനിലൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. ബോർഡ് കണ്ടില്ലേ, NMC ഹോസ്പിറ്റൽ. ഇത്രത്തോളം വായിക്കാൻ പറ്റിയെന്ന് അറിയില്ല. വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മോളേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പറ്റിയില്ല, കാരണം ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ KFC വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ കേക്ക് വേണ്ടാന്ന് അവൾ പറഞ്ഞുകൊണ്ടാണ് കേക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ KFC വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. KFCയും ബർഗറുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബർഗർ നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്നും KFC വാങ്ങാമെന്നുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ KFC വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എല്ലാവരും കൂടി പോയി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി പോയിന്നേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം തിരിച്ചു വന്ന് വേഗം തന്നെ തിരിച്ചു വന്നിട്ട് വേറെ എവിടെയും തന്നെ പോയിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നേരെ KFC വാങ്ങി തിരിച്ചു വന്നു. പിന്നെ ബർഗർ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് കേട്ടോ. ബർഗർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നേയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പിന്നെയൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. വല്ലപ്പോഴും ബർഗർ കഴിക്കണം തോന്നുമ്പോൾ, നമ്മൾ എപ്പോഴും ബർഗറൊന്നും കഴിക്കാറില്ല, ഇടയിൽ കഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ പോയി വാങ്ങുക ചെയ്യാറ്. ഈ ലെവലിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഉള്ളി എന്താ പച്ചയ്ക്ക് വേവിക്കാതല്ലേ വെക്കാറ്, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാതല്ലേ വെക്കാറ് തോന്നുന്നുണ്ടാവും. ഈ ഉള്ളിക്ക് ഒരു ഭയങ്കര എരിച്ചിൽ പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതൊന്ന് ഇങ്ങനെ റോസ്റ്റാക്കിയത് കേട്ടോ. റോസ്റ്റല്ല, ആ ബർഗർ ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങനെ നമ്മളിത് ആ ബർഗറൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് ചിക്കൻ ചില്ലി ആക്കിയതാണ്. പിന്നെ KFCൻ്റെ ചിക്കൻ ചില്ലിൻ്റെ ഇതുണ്ട്. പിന്നെ ഇത് അടുത്തത് തുറന്നുള്ള ദിവസമായിട്ടാ. ഇത് ഹോം ടൂറിലൊക്കെ എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ പിന്നത്തെ ദിവസം രാവിലെയാണ് ഇതിങ്ങനെ കാണിച്ചത്. എന്താ വെച്ചാൽ ഇതൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി തട്ടോ, എല്ലാം സോപ്പിട്ട് കഴുകി കിച്ചണെല്ലാം കഴുകി വീടെല്ലാം വൃത്തിയാക്കി കേട്ടോ രാവിലെ തന്നെ. പിന്നെ തേഴ്സ്ഡേ മോർണിംഗിൽ കേട്ടോ. അന്ന് 8 മണിയാകുമ്പോൾ തന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയി 8 മണിക്ക് നെസ്റ്റോ തുറക്കുക തോന്നുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോകാൻ എന്താ കാരണം എന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി എന്നെ മോളുടെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി സാറ്റർഡേ ട്രാവൽ ചെയ്യാനുള്ളതായിരുന്നു, ഓസ്ട്രേലിയയിൽ പോകാനുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ദിവസം മതി എന്ന് നമുക്ക് പറയാനുള്ള ഒരു സാവകാശം അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുറത്ത് പോയിട്ടോ, പെട്ടെന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയാണ്. ആയിട്ട് വാങ്ങാനുള്ളത് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് ഡാല് വാങ്ങണം. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ തിരിച്ച് വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മൾ മുൻകൂട്ടിയിട്ടൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ കുട്ടികളായതുകൊണ്ട് പിന്നെ ഒരു ഫാമിലി വരുന്ന പോലെ, കുട്ടികളാകുമ്പോൾ നമുക്കും ഫ്രീഡാണ് അവർക്കും ഫ്രീഡാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ കണ്ടിട്ട് കുറേ കാലങ്ങളായി. ഒക്കെ പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇനി അവരെയൊന്നും കാണില്ല. അവരുടെ പേരൻസൊക്കെ ഇവിടെ മസ്കറ്റിലുള്ളത് കൊണ്ടാണ് അവർ ഇവിടേക്ക് തന്നെ വരുന്നത്. ഒക്കെ നമ്മുടെ മലയാളി കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെന്താ കുറച്ച് ഗ്രോസറി, ഇത് ഗരം മസാല വാങ്ങിയതാണ്. മട്ടൻ വാങ്ങണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മട്ടൻ കഴിക്കുമെന്ന് അറിയില്ലല്ലോ. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൾക്കും മട്ടൻ അതൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അവസാനം വെച്ചിട്ട് മട്ടൻ്റെ അവിടെയൊക്കെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കി വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവസാനം വന്നിട്ട് ചിക്കൻ തന്നെയാണ് വാങ്ങുന്നത്. പൊട്ടാറ്റോ വാങ്ങി കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. പൊട്ടാറ്റോ, ഉള്ളി, പിന്നെ കുറച്ച് ക്യാരറ്റ്, അങ്ങനെയുള്ള ഫ്രൂട്ട്സൊന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചു. പക്ഷേ ഷോപ്പിംഗ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. കുറച്ചും കൂടിയൊക്കെ സാവകാശമൊക്കെ തന്നെ ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വന്നില്ല, അവർ ഡ്രോപ്പ് ചെയ്ത് പോവുക ചെയ്തത്. പിന്നെ ഇവിടെ സ്ഥിരം വാങ്ങുന്ന മുട്ട കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയില്ല, അത് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങി. 9 1 ലിറ്റർ ഉണ്ടോ? ഇതുണ്ട്, ലോ ഫാറ്റ് ഉണ്ട്. അപ്പോൾ മറ്റുണ്ടോ?
ഷെൽഫിൽ നിറയെ പാലും തൈരും ഇരിക്കുന്നുണ്ടെങ്കിലും 6, 7, 8 ആ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ പക്ഷേ അവർ ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് അവർ ഷെൽഫിൽ അറേഞ്ച് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ മർച്ചൻഡൈസേഴ്സാണ് തോന്നുന്നു ആ പാലിൻ്റെ. അവർ ഞങ്ങൾക്ക് വേഗം എടുത്തിട്ട് അവരുടെ കാർട്ടണിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ തൈര് ഞങ്ങൾക്ക് കാർട്ടണിൽ നിന്ന് തൈര് കാർട്ടൺ അതെ ചിക്കനൊക്കെ കാർട്ടണിൽ നിന്ന് ഞാൻ എടുക്കുക ചെയ്ത് അവരൊക്കെ ഡിസ്പ്ലേ ചെയ്ത് റെഡിയാക്കുന്നതേ ഉള്ളൂ. കാർ പാർക്കിംഗ് എല്ലാം കാലി കെടുക്കാൻ കേട്ടോ. രാവിലത്തെ നേരെയുണ്ട് നല്ല സൺലൈറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നത്. ഞാനും ഹസ്ബൻഡിൻ്റെ വരുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമായി ഞങ്ങളുള്ളിൽ കാത്തുനിൽക്കുന്നത്. ഈ സമയം നമ്മളേക്ക് 9:30 ആയിട്ട് ഞങ്ങൾ നേരത്തെ പോയെങ്കിലും 9:30 ആയി. പിന്നെ കാത്തു നിന്നെങ്കിലും കുറച്ച് നേരമൊക്കെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ലേറ്റായി കുറച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും. പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ സമയം എടുത്തു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കാണുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടാണ്. മറ്റേത് കട്ട്ലറ്റ് ബർഗർ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാതെയായിട്ട് കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ ഇപ്പോൾ ഇതാ ഒന്ന് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരക്കിട്ടിട്ട് ജോലി ചെയ്തെങ്കിൽ പോലും പിന്നെ കുട്ടികൾ വന്നതും എല്ലാ പണിയും അവിടെ നിർത്തി. അവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും അവരോട് സംസാരിക്കൽ മാത്രമേ നേരം കിട്ടിയുള്ളൂ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല സന്തോഷമായി. മുന്നേക്ക് ഇങ്ങനെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചതായിരുന്നു. കുറേ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം മുന്നൊന്നും വർത്തമാനത്തിന് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ഫുഡൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ പായസമൊക്കെ ഞാൻ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഒരു കുട്ടി ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി. അന്നല്ല വേറെ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. കുക്കിങ്ങൊന്നും മുഴുവനായിട്ടൊന്നും അങ്ങനെ കുറച്ച് പാർട്സ് മാത്രമേ കാണിച്ചുള്ളൂ. കാരണം വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ഓടി വന്ന് ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികളെ കാണിക്കാതിരുന്നത് അവർക്കത് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ. അവർക്ക് അറിയുന്നില്ല എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ കുട്ടികൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. പിന്നെ വെറുതെ ഇങ്ങനെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വിടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ എല്ലാവരും കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങുകയാണ്. കുറച്ച് ബ്രെഡ് പൊടിച്ചത് കുറച്ച് കൂടിപ്പോയി. ഇത്രയും തന്നെ വേണമെന്നുള്ള അറിയില്ല. പിന്നെ അതാണ് വലിയ ബ്രെഡായിരുന്നു. അതങ്ങനെ പൊടിച്ചപ്പോൾ കൂടിപ്പോയി. ഇപ്പോൾ ഈ സമയത്ത് കുട്ടികൾ ഊണ് കഴിക്കാൻ ചോറ് ഞാൻ കൊടുത്തു വിട്ടു. ആ ചോറ് കഴിച്ചിരിക്കുമ്പോൾ അത് കണ്ട് കഴിയുമ്പോഴേക്കും ബർഗറും ഇതുകൊണ്ട് ആക്കാന്നുള്ള രീതിയിൽ ചോറ് എടുക്കാണ്ട് ആദ്യം കൊടുത്തു. പിന്നീട് കട്ട്ലറ്റ് പിന്നെ ഇട്ടാൽ വേഗത്തിലാവുമല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. 3-4 കറിയും പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. പായസമില്ല. പിന്നെ കട്ട്ലറ്റും ബർഗറും ഈ റൈസുമാണ് കേട്ടോ. ഇത് ഫ്രൈഡേ മോർണിംഗ് കേട്ടോ. ആകാശം കണ്ടില്ലേ? മഴ ഉണ്ടായിരുന്നു. രാവിലെ 6 to 6:30 മഴ ഉണ്ടായിരുന്നു. മഴ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിപ്പോയി. തലേ ദിവസം നേരത്തെ നിൽക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇപ്പോൾ സ്കൂളൊന്നുമില്ല. പിന്നെ രാവിലെ തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ നടക്കാൻ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. 6 to 6:30 പിന്നെ ഇത് ഇന്ന് മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മട്ടൻ വാങ്ങി. അത് പിന്നെ മട്ടൻ വാങ്ങുമ്പോൾ പിന്നെ കഴുകിയെടുക്കുന്ന ആ ഒരു പണിയല്ലേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെയല്ലേ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ലെമണൊക്കെ ഇട്ട് കഴുകി. അപ്പോൾ രാവിലെ തന്നെ കറി വയ്ക്കുകയാണ് കേട്ടോ. കാരണം വേഗത്തിൽ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. നേരത്തെ കഴിച്ചിട്ട് നേരത്തെ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും വേഗത്തിൽ മട്ടൻ കറിക്കുള്ള ശ്രമങ്ങൾ നോക്കുകയാണ്. പിന്നെ വാങ്ങിക്കൊടുത്തിട്ട് അതങ്ങനെ ഒരുപാട് നേരം അങ്ങനെ വെക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങയൊന്നും ആക്കുന്നില്ല. എന്നിട്ട് സാധാരണ വറുത്തരച്ചിട്ടൊക്കെ അധികം വെക്കാറ്. അപ്പോൾ ഇന്ന് തേങ്ങ കൊത്തിടുന്നുണ്ട്. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റൈലിൽ തന്നെയാണ് മട്ടൻ ഉണ്ടാക്കിയത്. പിന്നെ മട്ടൻ അത്രയും ഫേവറേറ്റ് അല്ല, എന്നാലും ഇടയിൽ വാങ്ങും ചെയ്യും. പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് ഇഷ്ടമായത് കൊണ്ട് ഇനിയിപ്പോൾ അവൾ പോകുന്നതിന് മുന്നേ കുറച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിലും കൂടിയാണ് വാങ്ങുന്നത്. അപ്പോൾ നല്ല നെയ്യുള്ള മട്ടനായത് കൊണ്ട് തന്നെ മസാല ഇട്ടത് കുറഞ്ഞു പോയി. പിന്നെ കുറച്ച് ഈ മല്ലിപ്പൊടി അല്ലാതെ കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. പിന്നെ മുളക് പൊടി ഒട്ടും തൊടിപ്പിക്കുന്നില്ല, കുരുമുളക് മാത്രമേ ഇടുള്ളൂ വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ടും ഒരു എരിവ് ഒന്നും തോന്നാതെ, നെയ്യ് കാരണമാണ് എരിവും മസാലയും കുറവ് തോന്നുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാതിരുന്നാണ്. പിന്നെ ഒരുപാട് നല്ല മട്ടനാകുമ്പോൾ, ഫ്രഷ് മട്ടനാകുമ്പോൾ പിന്നെ ഒരുപാട് അങ്ങോട്ട് മസാലയിൽ കുളിപ്പിക്കണമെന്നൊന്നുമില്ല. ഇതിൽ ഈ ഓയിൽ എണ്ണയൊന്നും ഒട്ടും തൊട്ടിട്ടില്ല കേട്ടോ. ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ബീഫൊക്കെ വരട്ടുന്ന പോലെ ലെവലിൽ വെറുതെ വേവിക്കില്ല, ആ ലെവലിലുള്ള കറി ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ചെറുപയറും ലെമൺ റൈസാണ് ഉണ്ടാക്കിയത്. മഞ്ഞൾ വളരെ കുറവാണ് ഇട്ടത്. അതുകൊണ്ടാണ് കളർ ഇങ്ങനെ. സാലഡും ലെമൺ റൈസും ഉപ്പേരിയും അങ്ങനെയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് പോയില്ല. അങ്ങനെ ഞങ്ങൾ
പ്ലാൻ മാറ്റിയിട്ടോ. മസ്കറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിലായിട്ടാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച സ്ഥലത്തേക്ക് ഹസ്ബൻഡിന് പോകേണ്ട ആവശ്യകത ഉണ്ട്. റൂബി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഹസ്ബൻഡ് അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് 5 മണിയാകുമ്പോഴേക്കും തിരിച്ച് വന്നിട്ട് ഞങ്ങൾ നസീം ഗാർഡൻ ബർക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും രാത്രിത്തെ ആ ഒരു ഇതാണ്. ഇതിപ്പോൾ വണ്ടികളിങ്ങനെ പതുക്കെ തിരക്കുകളുണ്ട്, ട്രാഫിക് ഉണ്ട്. അതുകൊണ്ടാണ് വണ്ടികളൊക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫെസ്റ്റിവലിന് പോകാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പേടി സ്വപ്നം പോലെയാണ്. പലപ്പോഴും ഭയങ്കരമായിട്ട് ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് ഒരു പ്രാവശ്യം വളരെ നേരം വൈകിട്ടുണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ ഈ നസീം ഗാർഡനിലേക്ക് തന്നെയാണ്. അവർ പല വഴികളും ഇങ്ങനെ തിരക്കാവുന്ന പാർക്കിങ്ങുകൾ ഫുള്ളാവുന്നതിനനുസരിച്ചിട്ട് ഓരോ വഴികളും ബ്ലോക്ക് ചെയ്യും. പിന്നെ പുറത്ത് കിടക്കാനും അതെ പോലീസ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ വന്നിട്ട് കുറേ നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അപ്പോൾ പേടിയാണ്. ഇത് പിന്നെ ഒമാനി ട്രഡീഷണൽ ഡാൻസ് ആണ് കേട്ടോ. ഇവിടെ കൂടുതൽ അത്രയും പ്രോഗ്രാമുകളില്ല. വേറെ സ്ഥലത്തുണ്ട്. അവിടേക്ക് നമ്മൾ മോളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പോവാൻ പിറ്റത്തെ ദിവസം സാറ്റർഡേ മോർണിംഗിൽ അവൾക്ക് എക്സാം ഉണ്ട്, പോവാൻ മടിയായത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സാം ഈ ലീവിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഫുഡ് സ്റ്റോളുകളാണ്. ഈ ഫുഡ് ഉണ്ടാക്കുന്ന രീതി നോക്കൂ. ഇത് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ദോശക്കല്ല് പോലെ നല്ല കാസ്റ്റണിൻ്റെ പോലത്തെ ആ ഇരുമ്പിൻ്റെ പോലത്തെ തവാട്ടാം. ആ തവയിലേക്ക് അവരൊരു തരം മാവ് ഗോതമ്പാണ്. അതെ, നമുക്കിപ്പോൾ അത്ര തന്നെ അറിയില്ല. ആ ഗോതമ്പ് എടുത്തിട്ട് കണ്ടില്ല. ആ മാവ് അവർ കൈ കൊണ്ടാണ് തുടയ്ക്കുന്നത്. പക്ഷേ കൈ പൊള്ളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കല്ലിൻ്റെ മുകളിൽ ഇത് എക്സ്പീരിയൻസ് കൊണ്ടാവട്ടെ. നമ്മളൊക്കെ കൈ വെച്ചാൽ ചിലപ്പോൾ കൈ ആ കല്ലിൽ ഇരിക്കുമായിരിക്കും, തൊലി അവയിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ആ മാവ് കുറച്ച് എക്സ്ട്രാ എടുക്കും. ആ മാവ് ആണ് മാവിൻ്റെ മുകളിലാണ് കൈയിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പരത്തുന്നത്. ലാസ്റ്റ് മാവ് വീണ്ടും മതിക്കാനുണ്ട്. ഇതൊക്കെ ട്രഡീഷണൽ തിങ്സാണ് കേട്ടോ. ഈ ഫെസ്റ്റിവലിലുള്ളത് കുറച്ച് സ്റ്റോളുകളും പിന്നെ ട്രഡീഷണലായ കുറച്ച് കാര്യങ്ങളും പിന്നെ അങ്ങനെ അവരുടെ കുറച്ച് ഡാൻസസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ, ഫിഷിങ്ങിൻ്റെ ഇതാണ്. ഇതൊക്കെ അവരുടെ ട്രഡീഷണലാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇതാ അങ്ങനെ കുറേ തിരക്ക്. ആ ദിവസം തിരക്ക് കുറവായിരുന്നു. ഇവിടെ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അടുപ്പിച്ച് ലീവുകളൊക്കെ വരുമ്പോൾ ഇവിടുത്തെ റെസിഡൻസൊക്കെ, അതായത് മനീസൊക്കെ തന്നെ അവരുടെ വില്ലേജുകളിലേക്കൊക്കെ അവർ പോവാറുണ്ട്. അങ്ങനെ പോകും. അവരിപ്പോൾ ജോലി സംബന്ധമായിട്ടും സ്കൂളിങ്ങായിട്ടും അങ്ങനെയൊക്കെ പല കാര്യങ്ങളായിട്ട് ഇവിടെ ടൗണിൽ നിൽക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വില്ലേജുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവരൊക്കെ ചിലർക്കൊക്കെ ഫാം റിസോർട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഫെസ്റ്റിവലിൻ്റെ അവിടെയൊക്കെ തിരക്ക് കുറയും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ പോയത്. രാത്രിയിൽ നല്ല തണുപ്പുണ്ട്. എന്നാൽ കുറച്ച് മഴ പെയ്തതിൻ്റെ അത്ര തന്നെ ഒരു തണുപ്പ് കാണുന്നില്ല കേട്ടോ. മഴ പെയ്ത് കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര തണുപ്പുണ്ടായിരിക്കും എന്നുള്ളത്. ഇതൊക്കെ ഒരു തരം ഡാൻസ് ഫോമുകളാണ്. അവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് അവരത് ഇട്ടിട്ടാണ് പുറത്താക്കി ഇറങ്ങുക. പിന്നെ നല്ല തിരക്കുള്ള നല്ല ഭാഗങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടില്ല. നല്ല കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പാർക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇല്ല. നമ്മൾ തിരക്ക് കുറഞ്ഞ ഭാഗങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ പകർത്തിയിരിക്കുന്നത് കേട്ടോ. ആ തിരക്ക് കൂടി. അപ്പോൾ ഈ ഭാഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഫെസ്റ്റിവൽ നടന്നിട്ട് ഇങ്ങനെ കാലി കിടക്കുന്നത് തോന്നും. ഈ ഭാഗങ്ങൾക്ക് ഫെസ്റ്റിവലില്ല കേട്ടോ. കുറച്ച് ഭാഗങ്ങളാണ് ഒരു പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നത് എന്താണെന്ന് വെച്ചാൽ ഫയർ വർക്ക്സ് തുടങ്ങും. സാധാരണ 8 മണി 8:30 ഉണ്ടാവാറുണ്ട്, 8 മണിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ദിവസം 9 അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഫയർ വർക്ക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അത്രയും തിരക്കായുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഇങ്ങോട്ട് മാറി നിന്നതാണ് കേട്ടോ പാർക്കിൻ്റെ. പിന്നെ ഫുഡ് സ്റ്റോളുകൾ കുറേ ഉണ്ട്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തോ.
എളുപ്പമാണ് അല്ല ഉള്ളിക്ക്